എന്ത് പറ്റി ഗഫൂറെ? പാണ്ടി ലോറി വല്ലതും ഇടിച്ചോ? എന്നാ പിന്നെ ഇത്രയും പറ്റൂലായിരുന്നു. അല്ല, എന്താ സംഭവം? അതൊന്നും കൂടുതൽ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് മനസ്സിലായി, നിങ്ങള് കളക്ടറേറ്റ് മാർച്ച് പങ്കെടുത്തല്ലേ? അപ്പോ പോലീസ് കേറി നിരങ്ങി അല്ലേ? പിന്നെ ലാത്തി ചാർജ് ഉണ്ടായാല് മുങ്ങാനുള്ള വിദ്യൊക്കെ നമുക്കറിയാടോ. ശരിയാ, പോലീസ് തലപൊന്തിക്കുമ്പോഴേക്കും ഗഫൂർ മുങ്ങിയിട്ടുണ്ടാവും. പിന്നെ അല്ല, നമ്മളീ കോലത്തിലാക്കിയത് അതൊന്നും അല്ലടോ. എന്നാൽ നിങ്ങൾ തുറന്നു പറ ഗഫൂർക്ക. പറഞ്ഞു കൊടുക്കട്ടെ ഉപ്പ. ചേലക്കാണ്ട് അവിടെ എങ്ങനെ കുത്തിരിഞ്ഞോ ഇമാറെ? എനിക്ക് മനസ്സിലായി, കാരക്കൂട്ടിൽ ദാസം കൈവച്ചോ? ശരിയാ, നിങ്ങൾ തമ്മിലുള്ള കുടിപ്പക എന്ന് തുടങ്ങിയതാ? ഓ വല്ലാണ്ട്. ദാസം തൊട്ടാൽ ഓൻ വിവരം അറിയൂ. അപ്പൊ അതുമല്ല. സംഗതി പിടികിട്ടി. കാര്യം രാഷ്ട്രീയമാണ്. PDP-ക്കാര് കൈവച്ചിട്ടുണ്ടാകും. PDP-ക്കാർക്ക് എന്നെ തൊടാനുള്ള ധൈര്യമില്ല. ശരിയാ, മൂപ്പര് യശ്വന്ത് സഹായിന്റെ വലങ്കൈയല്ലേ? പിന്നത് എങ്ങനെയാ പറ്റിയത്? മരുന്ന് മാറിപ്പോയതാണ് കാരണം. മരുന്ന് മാറിപ്പോവാനോ? പറ ഗഫൂറെ, ചെക്കൻ ക്ലൂ തന്നില്ലേ? ഇനി പറ. ഞമ്മക്ക് കുറച്ച് ദിവസമായി ഒരു ഉഷാറില്ലായ്മയും തളർച്ചയുണ്ടായിനി. ഞമ്മളെ കണാരം വൈദ്യര് ഒരു ഒന്നാം തരം അരിഷ്ട എഴുതി തന്നീനി. ഉമ്മാക്കും അരിഷ്ടം എഴുതി കൊടുത്തീനും കടച്ചിലിന്. ഞമ്മളെ അരിഷ്ടം ഓളെടുത്ത് മാറി കുടിച്ചുപോയി. ഉഷാറ് കൂടി ഓള് ഞമ്മളെടുത്ത് ചമ്മന്തി പരുവത്തിലാക്കി.